വയനാട് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു. സ്ഥലത്ത് വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. വനംവകുപ്പ് താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം ഉണ്ടായത്. കാപ്പിത്തോട്ടത്തിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. കടുവയുടെ ആക്രമണം നടന്നത് മാനന്തവാടിക്ക് സമീപം പഞ്ചാരക്കൊല്ലിയിലാണ്. അല്പസമയം മുമ്പ് വനം മന്ത്രി AK ശശീന്ദ്രൻ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. നാട്ടുകാർ അവിടെ പ്രതിഷേധിക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. മന്ത്രി OR കേളു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രി എത്തിയപ്പോഴും വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. വന്യജീവി ആക്രമണം തുടർക്കഥയാവുകയാണ് വയനാട്ടിൽ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ വയനാട് പഞ്ചാരക്കൊല്ലിയിൽ നടന്നിരിക്കുന്നത്. കൊല്ലപ്പെട്ടത് ഒരു ആദിവാസി സ്ത്രീയാണ്. താൽക്കാലിക വാച്ചറുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാപ്പിക്കുരു പറിക്കാൻ പോകുന്ന സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. OR കേളുവിന് നേരെ പ്രദേശവാസികളുടെ പ്രതിഷേധമുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ നടക്കുമ്പോൾ വനം വകുപ്പ് കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാനന്തവാടിക്ക് സമീപം വനമേഖലയ്ക്ക് സമീപമാണ്. പഞ്ചാരക്കൊല്ലി എന്ന സ്ഥലത്താണ് കടുവയുടെ ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കാപ്പിത്തോട്ടത്തിലെ ജോലിക്കിടെയാണ് രാധയെ കടുവ ആക്രമിച്ചത്. MS അനീഷ് കുമാർ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ സംഭവ സ്ഥലത്ത് എന്താണ് നടക്കുന്നത്? നാട്ടുകാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എങ്ങനെയായിരുന്നു ഈ സംഭവം? മഞ്ജുഷ, രാവിലെ 8:30ക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഈ സംഭവം നടന്നതെന്നാണ് കരുതുന്നത്. കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയ രാധ എന്ന സ്ത്രീയെ കടുവ ആക്രമിക്കുകയായിരുന്നു. ഇതിനുശേഷം വനത്തിനുള്ളിലേക്ക് ശരീരഭാഗങ്ങൾ കൊണ്ടുപോയി ഈ കഴുത്തിന്റെ പിൻഭാഗമൊക്കെ ഏതാണ്ട് ഭക്ഷിച്ച അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വനമേഖലയും ഈ പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഈ പഞ്ചാരക്കൊല്ലി മേഖലയും തമ്മിൽ വലിയ ദൂരവ്യത്യാസമില്ല, ചെറിയ ദൂരമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ നാട്ടിൽ ഉയർന്നു വരുന്നു. മന്ത്രി OR കേളു അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അടക്കം തടഞ്ഞ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം തടഞ്ഞ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധം ഉയരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ ജനവാസ മേഖലയിൽ വലിയ ആശങ്കകളാണ് ഈ കടുവയുടെ സാന്നിധ്യം സൃഷ്ടിക്കുന്നത്. ഈ സ്ത്രീയെ കൊന്ന ശേഷം കാട്ടിലേക്ക് കടുവ മറിഞ്ഞിരിക്കുന്നു എന്ന കണക്കൂട്ടിലാണ് വനപാലകർക്ക്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് വീണ്ടും കടുവ തിരിച്ചെത്തും എന്ന ആശങ്ക ജനങ്ങൾക്കുമുണ്ട്. നമുക്ക് അറിയാം, നേരത്തെ പുൽപ്പള്ളി മേഖലയിൽ കണ്ട കടുവ 7 ദിവസത്തെ ഇടവേളക്കിടയിൽ 5 ആടുകളെയാണ് ഏതാണ്ട് 1-2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വകവരുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ കടുവ വീണ്ടും ഈ മേഖലയിലേക്ക് തന്നെ കടന്നു വരുന്നതിനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ വലിയ സന്നാഹങ്ങളോടുകൂടി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. കടുവ കണ്ടെത്താനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നില്ല. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ കടുവയുടെയും ആനയുടെയും ഒക്കെ സാന്നിധ്യം വയനാട്ടിൽ അനുഭവപ്പെട്ടത്. ഒരു അമരക്കുരി ഭാഗത്ത് ഭീതി വിതച്ച കടുവയെ ഒരാഴ്ച നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കൂട്ടിൽ കുടുങ്ങുകയും അതിനെ പിന്നീട് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും ആ മേഖലയിൽ മനുഷ്യനാശം സൃഷ്ടിച്ചില്ലെങ്കിൽ പോലും കർഷകർക്ക് വലിയ നാശം വിതച്ചിരുന്നു. പക്ഷേ ഇവിടെ ഒരു മനുഷ്യന്റെ ജീവനെടുത്തുകൂടി വലിയ പ്രതിഷേധമാണ് മാനന്തവാടി മേഖലയിൽ ഉയരുന്നത്. നമുക്കറിയാം, ചാലുകുത മേഖലയിലെ അജി എന്നയാളെ ആന ചവിട്ടിക്കൊന്ന ശേഷം വലിയ പ്രതിഷേധങ്ങൾ മാനന്തവാടി പട്ടണത്തിൽ ഉയർന്നിരുന്നു. വനംവകുപ്പിന്റെ വാഹനങ്ങൾ തടയുകയും വാഹനങ്ങൾ തകർക്കുകയും പോലീസിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും നേരെ കയ്യേറ്റം നടത്തുകയും ഒക്കെ ചെയ്തടക്കം ആയിരക്കണക്കിന് ആളുകളാണ് അന്ന് മാനന്തവാടി പട്ടണത്തിലേക്ക് പ്രതിഷേധത്തിനായി ഒഴുകിയെത്തിയത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഈ സംഭവത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഇപ്പോൾ വലിയ തോതിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. AK ശശീന്ദ്രൻ പറഞ്ഞത് വനത്തിൽ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വന്ന കടുവയല്ല എന്ന കാര്യം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ സംഭവം എപ്പോഴാണ് നടന്നത് എന്ന് കൃത്യമായിട്ട് പറയുവാൻ കഴിയില്ലല്ലോ. തണ്ടർബോൾട്ട് അംഗങ്ങൾ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഈ ഒരു വാർത്തയാണല്ലോ പുറത്തു വന്നത്. കടുവ വനത്തിലേക്ക് രാധയെ വലിച്ചിഴിച്ചു കൊണ്ടുപോയി എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും 8:30ക്കും 9:30ക്കും ഇടയ്ക്കായിരിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലുള്ളത്. ഈ രാധ എന്ന സ്ത്രീയെ കാണാതായതിനെ തുടർന്ന് അവരുടെ ആളുകളൊക്കെ ചേർന്ന് അന്വേഷണം നടത്തി വരികയായിരുന്നു എന്ന വിവരവും പ്രാദേശികമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വനമേഖലയിൽ നിന്നും ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത്. ഒരുപക്ഷെ ഈ ജനവാസ കേന്ദ്രത്തിൽ, ഈ തോട്ടത്തോട് ചേർന്ന ഇടത്തിൽ തന്നെ പണിയെടുത്ത് പോയപ്പോൾ ഈ ആക്രമിച്ചതാവാനും
വലിച്ചെഴിച്ചുകൊണ്ട് ഒരുപക്ഷെ കാട്ടിലേക്ക് പോയത് ആവാനുമുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഈ സംബന്ധിച്ച വ്യക്തതകൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. കാരണം ജനവാസ കേന്ദ്രത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ ആ എസ്റ്റേറ്റ് ഭാഗത്ത് വെച്ചാണ് കടുവ പിടികൂടിയതെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ തീർച്ചയായും അതിന്റെ ലക്ഷണങ്ങൾ തീർച്ചയായും ആ മേഖലയിൽ കാണും. ഒപ്പം കാട്ടിനുള്ളിലേക്ക് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അതിന്റെ അവശിഷ്ടവും അവിടെ ലഭ്യമാവും. എന്തായാലും പോലീസ് കൃത്യമായി തന്നെ സ്ഥലത്ത് പരിശോധനകൾ നടത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. കാട്ടിനുള്ളിൽ വെച്ചാണ് സംഭവം നടന്നത് അല്ലെങ്കിൽ ജനവാസ മേഖല വിളിച്ച് ആക്രമിച്ച ശേഷം പിന്നീട് കാട്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീയാണ്, ഒരു പ്രായമായ ഒരു വീട്ടമ്മയാണ് ഈ കടുവ കടിച്ചിരിക്കുന്നത്. അവരുടെ ശരീരം ഭക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന അവസ്ഥ. കഴുത്തിന്റെ പിൻഭാഗമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി കടിച്ച ഒരു നിലയിലാണ് ഈ മൃതദേഹം ഉള്ളത്. ഇതുതന്നെയാണ് ജനങ്ങളുടെ പ്രതിഷേധം വലിയ തോതിൽ ഉയർത്തുന്നതിന് കാര്യം. ഒരു മണിക്കൂറുകളിൽ മാനന്തവാടിയിലേക്ക് ജനങ്ങൾ പ്രതിഷേധക്കാർ ഒന്നാകെ ഒഴുകിയെത്തുന്നതിനുള്ള സാധ്യതകളാണ്. കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ മാനന്തവാടിയിലും കൽപ്പറ്റയിലും ഒക്കെ കണ്ടതിനേക്കാൾ വലിയ പ്രതിഷേധം ഒരുപക്ഷെ ഇത്തവണ ഉയർന്നു വരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. അനീഷ്, ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്ത് തന്നെ ഉള്ളതാണല്ലോ. അവിടെ ജോലിക്കായി എത്തിയ സ്ത്രീയാണോ രാധ? മാനന്തവാടി പട്ടണത്തിൽ നിന്നും ഏതാനും കിലോമീറ്ററുകൾ അകലെ മാത്രമാണ് ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചാരക്കൊല്ലി സ്വദേശിനിയാണ് രാധ. അപ്പച്ചൻ എന്നയാളുടെ ഭാര്യയാണ്. ആദിവാസി സ്ത്രീയുമാണ്. ഈ മേഖലകളിലൊക്കെ പതിവായി ഈ സ്ത്രീകൾ പണിക്ക് ജോലിക്കൊക്കെ പോകുന്ന ഇടമാണ്. ഈ വനമേഖലയോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരിടം. ഒരു 100-300 മീറ്ററൊക്കെയാണ് ഒരുപക്ഷെ ഈ വനവും ജനവാസ മേഖലയും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ ഈ മേഖലയിൽ കാര്യമായ ഒരു കടുവയുടെ ആക്രമണം അടുത്ത കാലത്തൊന്നും ഉണ്ടായതായി വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല. ജില്ലയുടെ മറ്റു പല മേഖലകളിലും ഈ വേനലൊക്കെ ആവുന്നതോട് കാട്ടിൽ ജല ലഭ്യതയൊക്കെ കുറയുന്നതോട് വന്യജീവികളുടെ കൂട്ടത്തോടെ കാടിറങ്ങുന്ന ഒരു കാലമാണ്. കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ സമയത്ത് ദിനം പ്രതി എന്നോണം വയനാട്ടിൽ നിന്നും ഇത്തരം വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത്തവണ പക്ഷേ കുറച്ചുകൂടി നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കാടിറക്കം ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പറയാൻ കഴിയുന്ന. ഒരുപക്ഷെ വരും ദിനങ്ങളിലൊക്കെ ഈ വന്യജീവി നാട്ടുകാർ തമ്മിലുള്ള സംഘർഷം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതകളാണ്. പ്രതിരോധ മാർഗങ്ങൾ, പ്രതിവിധികൾ എന്നിവയൊക്കെ സമയബന്ധിതമായി കൈക്കൊള്ളണമെന്ന മുറവിളി ഏറെ നാളുകളായി ഉയരുന്നതാണ്. ട്രെഞ്ച് നിർമ്മിക്കണം, വൈദ്യുത വേലികൾ നിർമ്മിക്കണം എന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങൾ ഇത്തരത്തിൽ ഓരോ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും ആവർത്തിക്കുന്നതാണ്. പക്ഷെ അത് കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നില്ല. വനത്തിന്റെ മേഖലയിൽ ഉള്ളിൽ വെച്ചാണോ വനത്തിന് പുറത്താണോ എന്നടക്കമുള്ള തർക്കങ്ങളിലേക്ക് പലപ്പോഴും നീങ്ങുകയും രാഷ്ട്രീയമായ ഒരു പോരാട്ടത്തിലേക്ക് മറ്റുമൊക്കെ ഈ കാര്യങ്ങൾ നീങ്ങുകയാണ് പതിവ്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ചിത്രം വരും മണിക്കൂറുകളിൽ ലഭ്യമാവും. പക്ഷേ നാട്ടുകാർ, സ്ഥലത്തെത്തിയ മന്ത്രി OR കേളു അടക്കമുള്ള ആളുകളെ തടഞ്ഞു. വനപാലകർക്കെതിരെ രൂക്ഷമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. വരും മണിക്കൂറുകളിൽ എന്തൊക്കെ രീതിയിലാവും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുക, അവരുടെ പ്രതിഷേധ അഗ്നി ഏത് രീതിയിൽ ജ്വലിക്കും എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് ഇപ്പോഴും പ്രവചിക്കാൻ ജനങ്ങളുടെ പ്രതിഷേധത്തിലും കാര്യമുണ്ടല്ലോ. അമരക്കുനിയിൽ കടുവ ഇറങ്ങിയിട്ട് ഒരാഴ്ച പോലും തികഞ്ഞിട്ടില്ല അല്ലേ? അവിടെ വളർത്തുമൃഗങ്ങളെയാണ് കടുവ കൊന്നതെങ്കിൽ ഇവിടെ ഒരു മനുഷ്യനെ തന്നെ കൊന്നിരിക്കുകയാണ്. അതീവ ഗുരുതരമായ കാര്യമായി മാറിയിരിക്കുകയാണല്ലോ വന്യജീവി ആക്രമണം. ഇനി വനം വകുപ്പിന് ന്യായങ്ങൾ പറയുവാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വയനാട്ടിലെ കാര്യങ്ങൾ പോവുകയാണല്ലോ. തീർച്ചയായും മഞ്ജുഷ്, അതാണ് ഏറ്റവും അപകടകരമായ പേടിപ്പെടുത്തുന്ന കാര്യം. കാരണം അമരക്കുനി മേഖലയിൽ ഈ നാശം വിതച്ച ആ കടുവ ആ സ്ഥലത്തെത്തിയ ശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം കൃത്യമായി 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കഴിയുന്ന ദേവർഗദ്ദയും അമരക്കുനിയിലും അങ്ങനെയുള്ള ആ മേഖലകളിൽ തന്നെ കഴിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കന്ന് കാണാൻ കഴിഞ്ഞത്. ഒരു വട്ടം ആടിനെ പിടിച്ച കടുവ പിന്നീട് ആ മേഖലയിൽ നിന്ന് മാറുന്നില്ല. വീണ്ടും നാളെയും അതേ സ്ഥലത്തേക്ക് എത്തുന്നു, അടുത്ത ദിവസവും അതേ സ്ഥലത്തേക്ക് എത്തുന്നു. അങ്ങനെ തുടർച്ചയായ 7 ദിവസങ്ങളാണ് ആ കടുവ ആ മേഖലയിൽ തന്നെ തുടരുകയും 5 ആടുകളെ കൊല്ലുകയും ചെയ്തു. തിന്നാൻ അതിന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം. അതുതന്നെയാണ് ഈ മേഖലയിലും, ഈ പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചേർന്ന മേഖലയിലും ആശങ്ക വിതയ്ക്കുന്നത്. ഒരുപക്ഷെ